ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ഡേയ്സ് മെസ്സേജസ് ഫോർ യു. ട്രൂത്ത്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളിലെ സ്പിരിച്വൽ അവേക്കനിങ്ങിനെയാണ്. ഒരു ക്ലാരിറ്റി എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കാം. ഒരു കോസ്മിക് കോൺഷ്യസ്നെസ് നിങ്ങളിലേക്ക് വരുന്നതുമാകാം. നിങ്ങൾ അലർട്ടായിട്ടിരിക്കൂ. ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ അലർട്ടായിട്ടിരിക്കൂ എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു വേക്കപ്പ് കോൾ കൂടിയാണ് ഈ ഒരു കാർഡ്. നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് എന്ന് സൂചിപ്പിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവരിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ചെന്നുപെട്ടിട്ടുണ്ടാവാം. അവിടെ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ മറന്നു പോകുന്നുണ്ടാവാം. ആ വ്യക്തികൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എല്ലാം നിങ്ങൾ മറന്നു പോകുന്നുണ്ടാവാം. ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ കാർഡ് ചെയ്യുന്നത്. വീണ്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അവരെ സൂക്ഷിക്കുക. കാരണം ആ ലെസൺസ് വീണ്ടും അവർ നിങ്ങളെ പഠിപ്പിച്ചേക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് അവരെ മനസ്സിലാക്കുക മാത്രമാണ്. പക്ഷേ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക, നിങ്ങൾ സ്വയം ഹീലാവുക. ആ വ്യക്തികളെയും സിറ്റുവേഷൻസിനെയും മനസ്സിലാക്കി അവർക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബാലൻസ്ഡായി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഒരു സ്പിരിച്വൽ മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില ഏരിയകൾ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റം വരുത്തണം എന്നതിനെയാണ്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു മോശപ്പെട്ട ഡിസിഷൻസ് എടുക്കരുത്. നിങ്ങൾ വളരെ ആലോചിച്ച ശേഷം മാത്രമാണ് ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ചില വ്യക്തികളെ മാറ്റി നിർത്തുമ്പോൾ, ചില ഏരിയകളെ നിങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് കാർഡ് ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ചില കാര്യങ്ങളാവാം, റിലേഷൻഷിപ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങളാവാം, ബിസിനസ്, കരിയർ, എന്തുമാകാം. പക്ഷേ ഒരിക്കലും അത് എൻഡായിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ പാത്ത് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫ് സൈക്കിളിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കുക. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. ചില കാര്യങ്ങൾ എൻഡാകുന്നതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. മാറ്റങ്ങളെ എപ്പോഴും അംഗീകരിക്കുക. നിങ്ങൾക്കൊരിക്കലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞുപോയി. മൂവ് ഓൺ ചെയ്യാനുള്ള സമയം കൂടിയാണിത്. അങ്ങനെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഇനി എടുക്കേണ്ടത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാൻ ആരംഭിക്കും. ഈ മാറ്റങ്ങൾ ചില കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഒരിക്കലും ഒരു കാര്യവും എൻഡാകുന്നില്ല. അതൊരു പുതിയൊരു തുടക്കത്തിലേക്കാണ് പോകുന്നത്. ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ദിവസം മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആയിരിക്കാം. അതായത് നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയാണല്ലോ നിങ്ങൾ കൊയ്യുന്നത്. ആ ഒരു യൂണിവേഴ്സൽ ലോയാണ് നിങ്ങൾക്ക് ബാധകമാകുന്നത്. ഈ ഒരു കാർഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡ് നിങ്ങളിലെ സെൽഫ് മാസ്റ്ററിയെ സൂചിപ്പിക്കുന്നുണ്ട്, സെൽഫ് സഫിഷ്യൻസി സൂചിപ്പിക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻസ്, സെക്യൂരിറ്റി, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. അതായത് നിങ്ങൾ തന്നെ വളരെയധികം മെച്ചപ്പെടുന്നു, നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആകുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം കിട്ടുന്നു, നിങ്ങൾ സെക്യൂർ ആകുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കുന്നു.
നിങ്ങൾ കടന്നു വന്ന മേഖലകളിലെല്ലാം തന്നെ നിങ്ങൾ കുറേ ലെസൺസ് പഠിച്ചിട്ടുണ്ടാവാം. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 9 എന്നൊരു കാർഡ് ചില അവസ്ഥകളെ എൻഡാക്കുന്നു. പുതിയ ഒരു സ്റ്റെപ്പ് നിങ്ങളിലേക്ക് വരുന്നു. ആ ഒരു പുതിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളിലെ ലക്കിനെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. പുതിയൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നല്ല ഐഡിയാസ് കിട്ടുന്നതായിരിക്കാം. അതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സക്സസ്. നിങ്ങൾക്കത് ഏൺ ചെയ്യാൻ സാധിക്കും. ശുഭദിനം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക.